നമുക്കിന്ന് തേങ്ങ വറുത്തരച്ച് ഒരു കൊഞ്ച് തീയൽ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് തേങ്ങ പൊടി പൊടിയായിട്ട് തിരുവിയെടുക്കണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ ഒരു ബ്രൗൺ നിറം ആവുന്നവരെ വറുക്കണം. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം തേങ്ങ ബ്രൗൺ നിറമായി. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളക് പൊടി, ശകലം ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ പച്ച ഒരു മണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കരിയാതെ വേണം ഇളക്കാൻ എപ്പോഴും. കാരണം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊടികൾ ഇടാവുള്ളൂ. എന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതിന് മുമ്പ് നന്നായിട്ട് വറുത്തെടുക്കണം. പൊടി ഇട്ട ഉടനെ നമ്മൾ നന്നായിട്ട് വറുകളിലേക്ക് കരിയും. മഞ്ഞപ്പൊടി ഇടാൻ മറന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ കൊണ്ടിട്ടതാണ്. വീഡിയോ എടുക്കുന്നതും പൊടികൾ ഇടുന്നതെല്ലാം ഞാൻ തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് അരങ്ങുന്ന ഫോൺ. ഇതിനെല്ലാം കൂടെ തീ അണച്ചിട്ട് നമ്മൾ തണുത്ത ശേഷം ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. പിന്നെ കറി വെക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കറിച്ചട്ടി എന്നാണ് പറയുന്നത്. ചില സ്ഥലത്ത് മൺചട്ടി എന്നൊക്കെ പറയും. നമ്മൾ കറിച്ചട്ടി എന്ന് പറയും. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട ശേഷം നന്നായി